കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നാൾക്കുനാൾ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഏറ്റവും അവസാനം ശങ്കർദാസ് വരെയുള്ള ആളുകളുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കേരളത്തിലെ CPM ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ ഇത്രത്തോളം അധപ്പതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ അടക്കമുള്ള ആളുകൾ ജയിലരിക്കുള്ളിൽ കഴിയുന്നു. അതോടൊപ്പം തന്നെ PS പ്രശാന്ത് അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണത്തിന്റെ കൂരമ്പുകളെയുമാണ് പ്രതിപക്ഷം. എന്നാൽ ഇതിലൊന്നും ഞങ്ങൾ പതറിയില്ല എന്ന് കാണിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ CPM നേതൃത്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന CPMന്റെ നെറികെട്ട രാഷ്ട്രീയ നീക്കം കേരളം കണ്ടുകയാണ്. ആരോപണം നേരിടുന്നവരെ മാത്രമല്ല, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ ജയിലിൽ പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പത്മകുമാറിനെ ഒന്ന് തള്ളിപ്പറയാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാകാത്തത് സംശയത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി ശബരിമല സന്നിധിയിലെത്തുന്ന അയ്യപ്പ ഭക്തൻ അയ്യപ്പന്റെ മുന്നിൽ തന്റെ സങ്കടവും ദുഃഖവും ആവലാതികളും സന്തോഷവും എല്ലാം പങ്കുവെച്ച തിരികെ മലയിറങ്ങുമ്പോൾ അവന്റെ ആത്മസന്തോഷത്തിന് വേണ്ടി അവൻ നൽകുന്ന സ്വർണം, അവൻ നൽകുന്ന കാണിക്കയാണ് ഈ കാട്ടുകള്ളന്മാർ അടിച്ചുമാറ്റിയത്. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വലിയ കുംഭകോണം നടന്നിട്ടുണ്ടോ എന്ന സംശയം സാധാരണക്കാരായ ഭക്തർക്കുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പത്മകുമാറും വാസുവും ശങ്കർദാസും മുരാരിബാബുവും അടക്കമുള്ള കാട്ടുകള്ളന്മാർ ശബരിമല കൊള്ള ചെയ്തപ്പോൾ നോക്കി നിൽക്കുകയായിരുന്നോ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നാണ് കേരളം ചോദിക്കുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വകുപ്പ് നൽകി ഒരു മന്ത്രിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചീറിപ്പായുന്ന ഇന്നോവയിൽ യാത്ര ചെയ്യാനായിരുന്നോ ഒരു മന്ത്രി എന്ന് കേരളം ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. താൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഒരു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുമ്പോൾ ആ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മുഖത്ത് കേരള ജനത കാർക്കിച്ചു തുപ്പുമെന്ന കാര്യത്തിലും തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ CPM നേതാക്കന്മാരുടെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ പാടെ പ്രതിരോധത്തിലായ CPMന്റെ നീക്കം ഇനി എന്താണ്? പാർട്ടി നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലായോ? എന്തിനീ കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കുന്നു? അടുത്ത ഉന്നതന്റെ അറസ്റ്റ് ആര്? വിശദമായി പരിശോധിക്കാം. PS സോബറിനെയാണ് കൂടെയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് കേരളീയ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അന്വേഷണം കുറച്ച് മെല്ലെ ആയിരുന്നോ എന്നൊരു സംശയം കേരളത്തിലെ ജനങ്ങൾ ഉന്നയിച്ചപ്പോൾ, ജനങ്ങളല്ല യഥാർത്ഥത്തിൽ അത് പറഞ്ഞത് ഹൈക്കോടതി അല്ല, ജനങ്ങൾ ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. CPM അതിന്റെ അധപ്പതനത്തിന്റെ പടുകുഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അവർക്ക് കൈ കഴുകാൻ കഴിയില്ലെന്ന് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതായത് ഈ കേസിന്റെ തുടക്കം മുതൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഗോവർദ്ധൻ, ഭണ്ഡാരി, തന്ത്രി പത്മകുമാർ, വാസു, ശങ്കർദാസ് തുടങ്ങിയ ആളുകൾ, ജയശങ്കർ തുടങ്ങിയ ആളുകളെല്ലാം ജയിലിൽ കഴിയുകയാണ്. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ഈ ജയിലിൽ കഴിയുന്ന ആളുകളുടെ ചരിത്രം, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവരെല്ലാം CPMന്റെ സഹയാത്രികരും CPMന്റെ നേതാവുമാണ്. ആരാണ് പത്മകുമാർ? ചോദ്യം നമ്പർ 1. പത്മകുമാർ CPMന്റെ സമുന്നതനായ നേതാവാണ്. ആ പത്മകുമാറിനെ തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. പത്മകുമാറും മുരാരി ബാബു അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്ന CPMന്റെ നാണംകെട്ട രാഷ്ട്രീയ നിലപാട് കേരളം കാണുകയാണ്. ഇനിയിപ്പോൾ വരുന്ന ഒരു ചോദ്യം, നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു VVIPയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ വാർത്ത കൊടുത്തതിന്റെ 2ാം ദിവസമാണ് ശബരിമലയിലെ തന്ത്രിയെ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന മകരവിളക്ക് ദിവസം ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന KP ശങ്കർദാസിനെ ആശുപത്രിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ നമ്മൾ പറയുന്നു ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. പക്ഷേ നമുക്കിപ്പോൾ ആ പേര് പറയാൻ നിർവാഹമില്ല. ആ പേര് നമ്മൾ പറയുന്ന ദിവസം വരും, അറസ്റ്റിന് മുന്നോടിയായി തന്നെ നമ്മൾ പറയും. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ പേര് പറയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അറിവിലേക്ക് നമ്മൾ പങ്കുവെക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ പേര് പറയാത്തത്. പക്ഷേ ഉടൻ നിങ്ങൾക്ക് കേൾക്കാം ഒരു ഉന്നതന്റെ അറസ്റ്റിന്റെ വിവരം നിങ്ങൾക്ക് കേൾക്കാം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമാന്തരമായി ദേശീയ അന്വേഷണ ഏജൻസികളിൽ ഒന്നായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ കഥകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കുംഭകോണം ക്ഷേത്ര കുംഭകോണമാണ്.
ഈ കുംഭകോണം അന്വേഷിക്കണം. ഈ കുംഭകോണം കാര്യക്ഷമമായി അന്വേഷിച്ചാൽ മാത്രമേ ഉന്നതരുടെ കയ്യിൽ വിലങ്ങ് വീഴുകയുള്ളൂ. ആ തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗവർണ്ണയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ പറയുന്ന പോലെ ഇന്നോ നാളെയോ മീൻസ് അത്രത്തോളം അടുത്തെത്തിയിട്ടുണ്ട് ആ അറസ്റ്റ്. പിന്നെ ഈ പറയുന്നൊരു ഈ CPM ഇപ്പോഴും വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി ഈ പറയുന്ന പോലെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് എന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ദേവസ്വം വകുപ്പ് മന്ത്രി ഇതൊന്നും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിട്ടുള്ളതെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രിയെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ തനിക്ക് ഇതിലൊന്നും അറിയില്ലായിരുന്നു, പങ്കില്ലായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് പിന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇത്തരം ശബരിമല പോലെ ഒരു അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇത്രത്തോളം സ്വർണം അല്ലെങ്കിൽ സ്വർണം കട്ട് പുറത്തു പോകുമ്പോ അല്ലെങ്കിൽ സ്വർണം കട്ടുകൊണ്ട് പോകുമ്പോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ആ മന്ത്രിയും ആ സർക്കാരും പരാജയമല്ലേ? തീർച്ചയായും ആ മന്ത്രിയും ആ സർക്കാരും പരാജയമാണെന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര വലിയ ഒരു സ്വർണ്ണ കുംഭകോണം, അതായത് ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്ഷേത്രം ഒന്നാണ്. കാരണം ശബരിമല മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലോ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലോ പോലെ നട തുറക്കലോ അവിടുത്തെ ഭണ്ഡാരമണ്ഡലോ മാത്രമല്ല, ശബരിമലയിൽ ഒരു മണ്ഡല മകരവിളക്ക് സീസണും അല്ലെങ്കിൽ ഒരു മാസപൂജയ്ക്ക് നട തുറക്കുന്ന സമയത്ത് ശബരിമലയിൽ കുറെ ക്രമീകരണങ്ങൾ നടത്താനുണ്ട്. അതായത് നിലയ്ക്കൽ എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള കിലോമീറ്ററുകളിൽ നിരവധിയായ ഒരുക്കങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ഏകോപനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ കളവ് നടന്നിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ വിശ്വസിക്കാൻ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കണം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ PS പ്രശാന്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ചെറിയൊരു എന്തോ സംഭവം പിടിച്ചിട്ട് അത് അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പൊ ഞാൻ പറയട്ടെ ചേട്ടാ, ശബരിമലയിൽ നിന്ന് പോയത് ഒരു മുട്ടുസൂചിയാണെങ്കിലും അത് കണ്ടെത്തണം, തെറ്റ് ചെയ്ത് ആരാണെന്ന്. എന്തുകൊണ്ട് ദേവസ്വം അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ അല്ലെങ്കിൽ അതിലൊരു അംഗം പോലും പറയുന്നു ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതേ തെറ്റായ നിലപാടാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, മറയ്ക്കാനുണ്ട്. എന്തുകൊണ്ട് വാസുവിനെയും പത്മകുമാരനെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകുന്നില്ല? അപ്പൊ പാർട്ടി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? പാർട്ടി ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ഇവരെ തള്ളിപ്പറയാതിരിക്കുന്നത്? ഈ പറയുന്ന പോലെ MV ഗോവിന്ദനൊക്കെ പറയുന്നുണ്ടല്ലോ സ്വർണം കട്ടത് ആരായിക്കോട്ടെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന്. എന്നിട്ട് എന്തിന് ഇവരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പോലെ ഇതിപ്പോ എല്ലാം തിരികെ കോൺഗ്രസിലേക്ക് വയ്ക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് തെറ്റ് ചെയ്തത് എന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് ഏത് സർക്കാരിന്റെ കാലത്താണ്? അപ്പൊ ഈ സർക്കാർ ഒരു ഉത്തരവാദിത്വമില്ല ഈ വിഷയത്തിൽ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയില്ലായിരുന്നെങ്കിൽ അത് ആ സർക്കാരിന്റെ പരാജയമില്ല അല്ലെങ്കിൽ ആ സർക്കാരിന്റെ വീഴ്ചയില്ലേ? അതെന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? തീർച്ചയായും സർക്കാരിന്റെ വീഴ്ചയും പരാജയവും തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ. ആ വീഴ്ച മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനത ഈ സർക്കാരിന് മാപ്പ് കൊടുക്കില്ല. ശബരിമലയിലെ സ്വർണം കട്ട കള്ളന്മാരെ സംരക്ഷിക്കുന്ന ആരായാലും അവരോട് കടക്ക് പുറത്ത് എന്ന് കേരളം പറയാനുള്ള ദിവസങ്ങളാണ് കടന്നു വരുന്നത്. ആ ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ കള്ളന്മാരെ, ഇനിയും ഏറെ കള്ളന്മാരുണ്ട്, അവരെ വിലങ്ങണിയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയ്ക്കാണ് കേരളം കാണാനിരിക്കുന്നത്.